ബൈബിൾ ക്യൂസ് 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നിന്നും. പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? നിർമ്മലതയോടെ. നിർവ്യാജ വിശ്വാസം ആദ്യം കണ്ടത് ആരിൽ? ലോവീസിലും യുനീക്കയിലും. കൈവപ്പിനാൽ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ആരോടാണ് പൗലോസ് പറഞ്ഞത്? തിമോത്തിയോസിനോട്. നമുക്ക് ദൈവം തന്ന ആത്മാവ് എങ്ങനെയുള്ളത്? ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും. സുവിശേഷം കൊണ്ട് വെളിപ്പെടുത്തിയത് എന്ത്? ജീവനും അക്ഷയതയും. പൗലോസിനെ വിട്ടുപോയത് ആരാണ്? ആസ്യക്കാർ. പൗലോസിനെ തണുപ്പിച്ചത് ആരുടെ കുടുംബമാണ്? ഒനേസിഫോരസ്. പൗലോസിന്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാത്തത് ആര്? ഒനേസിഫോരസ്. എങ്ങനെ ശക്തിപ്പെടണം എന്നാണ് തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞത്? ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ. പടചേർത്തവനെ പ്രസാദിപ്പിക്കാൻ എന്തു ചെയ്യണം? ജീവനകാര്യങ്ങളിൽ ഇടപെടരുത്. ആദ്യ ഫലം അനുഭവിക്കേണ്ടത് ആര്? അധ്വാനിക്കുന്ന കൃഷിക്കാരൻ. സുവിശേഷം എന്നാലെന്ത്? ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ദൈവവചനത്തിന് എന്തില്ല എന്നാണ് പറയുന്നത്? ബന്ധനം. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യം എന്താണ്? തന്റെ സ്വഭാവം ത്യജിക്കാൻ. ആരുടെ വാക്കുകളാണ് അർബുദവ്യാധി പോലെ തിന്നുകളയുന്നത്? ഹുമനയോസും ഫിലേത്തോസും. മൗഢ്യതർക്കം ജനിപ്പിക്കുന്നത് എന്ത്? ഷണ്ട. ദുർഘട സമയങ്ങൾ വരുന്നത് എപ്പോൾ? അന്ത്യകാലത്ത്. മോശയോട് എതിർത്ത് നിന്നവർ ആരൊക്കെ? യന്നേസും യംബ്രേസും. ഭക്തിയോട് ജീവിക്കുന്നവർക്ക് എന്തുണ്ടാകും? ഉപദ്രവം. എല്ലാ തിരുവെഴുത്തും എങ്ങനെയുള്ളതാണ്? ദൈവശ്വാസീയം. ശാസിക്കേണ്ടത് എപ്രകാരം? ദീർഘക്ഷമയോടും ഉപദേശത്തോടും. പൗലോസ് കാത്തത് എന്തായിരുന്നു? തന്റെ വിശ്വാസം. തന്റെ നിര്യാണ കാലം അടുത്തു എന്ന് തിരിച്ചറിഞ്ഞത് ആര്? അപ്പോസ്തലനായ പൗലോസ്. ഈ ലോകത്തെ സ്നേഹിച്ച് തെസലോനിക്കയിൽ പോയത് ആര്? ദേമാസ്. പൗലോസ് തിമോഥെയോസിനോട് ആവശ്യപ്പെട്ടത് എന്തൊക്കെയായിരുന്നു? പുതപ്പും ചർമ്മ ലിഖിതവും. അലക്സാണ്ടറിന്റെ ജോലി എന്തായിരുന്നു? ചെമ്പുപണി.